ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം? ലാസ്റ്റത്തെ നോമ്പാവാനായില്ലേ? അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറന്ന വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇങ്ങോട്ടിപ്പോൾ കാണുന്നില്ല. എന്തായാലും നമുക്ക് ഷമാമിൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ഷമാമ ജ്യൂസ് അടിച്ചതായിരുന്നു. ഞാൻ അടിച്ചുകൊണ്ട് ഉള്ള ഓരോരോ പീസസ് അതിലുണ്ടായിരുന്നു. അപ്പോൾ കടിക്കാനുള്ള പീസസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് അങ്ങനെ കുടിക്കാം. ഓക്കെ, അപ്പോൾ നല്ല ടേസ്റ്റുള്ള ജ്യൂസായിരുന്നു, നല്ല അടിപൊളി ജ്യൂസായിരുന്നു. ഓക്കെ, അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് ഈ ഗ്ലാസിൻ്റെ വലിപ്പം ഞാൻ പറയുന്നില്ല. ഇത് സാധാരണ വെള്ളത്തിനൊക്കെ എടുക്കാൻ പാടുള്ളൂ. വെള്ളം കുടിക്കാനൊക്കെ ഇങ്ങനെ വെക്കുന്ന കുടത്തിൻ്റെ അവിടെ വെക്കുന്ന ഗ്ലാസ്സാണ് ഞാൻ എടുത്ത് കൊണ്ടുവരുന്നത്. കാരണം ആരന്ന് ജ്യൂസ് ഉണ്ടാക്കിയത് ഞാനല്ലേ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആവൂലേ. അപ്പോൾ ഇടയ്ക്ക് മീസൊക്കെ വരുന്നുണ്ടല്ലേ. കുട്ടികൾക്ക് ക്യൂട്ട്നെസ് ആക്കി വെച്ചതായിരിക്കും. ഓക്കെ, അപ്പം അപ്പോൾ എത്ര പെട്ടെന്ന് നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല. അവളൊന്ന് ക്യാമറ നോക്കി പേടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ സാധാരണ എൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. ഒരാഴ്ച ആവുന്ന ആ ഒരു സമയമാണ് ഈ ഒരു നോമ്പൊക്കെ എനിക്ക് ഇങ്ങനൊരു ഒരാഴ്ച ആകുമ്പോഴാണ് ഈ ഒരു ഫീലൊക്കെ വരിക. ഇപ്പം നമുക്ക് വരുന്ന ഫീല്. പക്ഷേ എത്ര പെട്ടെന്ന് ഇപ്പോഴത്തെ നോമ്പ് പോയത്. ഈ ഒരാഴ്ചയിൽ വരേണ്ട ഫീലാണ് ഈ ഒരു മാസത്തിൽ എനിക്ക് വന്നത്. നോമ്പ് എത്ര പെട്ടെന്നാണ് പോയത് എന്ന് എനിക്ക് മനസ്സിലാവണില്ലട്ടെ. എങ്ങോട്ടാണ് ഈ കാലത്തിൻ്റെ പോക്ക്? ഇങ്ങനെ പോയാൽ നമുക്കൊക്കെ പെട്ടെന്ന് വയസ്സാവൂലേ. ഇന്ന് ഉപ്പാൻ്റെ നോമ്പ് തുറന്ന് പറയുന്നത് ഉപ്പാൻ്റെ കടയിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂൾ വിട്ട് വരുന്ന സമയം സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അങ്ങനെ കൊണ്ടുവന്ന ബത്തക്കയായിരുന്നു. അതാണെങ്കിലോ ഒരു കുണയ്ക്കും കൊള്ളാത്ത ബത്തക്ക. പിന്നെ ഉപ്പ പുറത്താണ് നോമ്പ് തുറക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. ആൻഡ് അങ്ങനെ ബത്തക്കൊക്കെ തിന്നപ്പോൾ തന്നെ വിശപ്പ് തീരേണ്ടതാണ്. പക്ഷെ ഇന്നെന്താണ് വിശപ്പ് തീർന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡേ എന്ന് പറഞ്ഞ് കരയാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ വേഗം ചോറ് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ചോറിന് നമുക്ക് ഇന്ന് സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഈ കല്ലുമ്മക്കായ ഉണ്ടല്ലോ, കല്ലുമ്മക്കായ റോസ്റ്റ് ചെയ്തതും മുട്ട റോസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൊറോട്ടയും ഉണ്ടായിരുന്നു. ബട്ട് പൊറോട്ട തിന്നാൻ എനിക്ക് അത്ര ഒരു വൈബ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നേരെ ഞങ്ങൾ വിശന്ന് കരഞ്ഞ് വിളിക്കുന്നതുകൊണ്ട് ഉമ്മ എന്താക്കിയിട്ടുണ്ടായിരുന്നു, ചട്ടിയോടൊക്കെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ട റോസ്റ്റാണ് ഞാനാണ് എല്ലാവർക്കും ഒരു മുട്ട എന്നുള്ള ഒരു വീതത്തിലിടുന്നത്. പിന്നെ ലാസ്റ്റത്തെ മുട്ട എനിക്ക് വേണമല്ലോ, പ്രോട്ടീനാണല്ലോ നമ്മളെ മെയിൻ. അതുകൊണ്ട് അങ്ങനെ ഇടാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു അടിയിൽ വന്ന് കളിക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു കാര്യമായി പോയി. അപ്പോൾ ടേബിൾ മൊത്തം കളിയുണ്ട് ഞാൻ, അത് വേറൊരു കാര്യം. അപ്പോൾ ഇന്നത്തെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തായാലും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മളെ റമദാൻ സീരീസ് എനിക്ക് തോന്നുന്നു ഒരു സീരീസും കൊണ്ട് തന്നെ അവസാനിക്കുന്നതായിരിക്കും. ഇന്നലെ എൻ്റെ അനിയത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്ലുമ്മക്കായ തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കര കൊതിയെന്ന്. അപ്പോൾ നോക്കുമ്പോൾ ഇന്ന് കല്ലുമ്മക്കായയായിരുന്നു റോസ്റ്റ്. ആൻഡ് നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഈ ഒരു കല്ലുമ്മക്കായ തിന്നാൻ വേണ്ടിയിട്ട്. കാരണം എനിക്കൊന്നും കുറേ ആയി കല്ലുമ്മക്കായ ഇതൊക്കെ തിന്നിട്ട്. ആൻഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഉപ്പ വന്നിട്ട് പറഞ്ഞു, ഉപ്പ വന്നു കേട്ടോ നോമ്പ് തുറന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് തന്നെ വന്നു. അപ്പോൾ വന്ന സമയം എന്താക്കിയിട്ടുണ്ടായിരുന്നു, പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പാക്ക് ചോറ് നിർബന്ധമാണ്. അപ്പോൾ ഉപ്പ പറഞ്ഞു ചോറ് ഇങ്ങോട്ട് വെച്ചു, ഞാൻ പൊറോട്ട തരാമെന്ന്. അല്ല, നമ്മൾ ഈ ഒരു എരുന്ത് റോസ്റ്റും മുട്ട റോസ്റ്റും ഒക്കെ ഉണ്ടായിട്ട് ചോറ് വേറെ ആൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഇതൊക്കെ നടക്കണ സംഭവമാണോ? അതിനിടയ്ക്ക് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മുട്ടൻ്റെ ഷേപ്പും എൻ്റെ തലേൻ്റെ ഷേപ്പും ഏകദേശം ഒരുപോലെ ആണോ എന്നൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല കേട്ടോ. സാധാരണ ജ്യൂസും ഫ്രൂട്ട്സും സ്നാക്സൊക്കെ തിന്നാനാണ് ക്രേവിങ്സ് ഉണ്ടാവുക എന്നുണ്ടെങ്കിലും എനിക്ക് ഇന്ന് തിന്നാൻ വേണ്ടി മൊത്തം പശുക്കാണല്ലോ. ഈയിടെയായിട്ട് നാവിന് സ്ലിപ്പാവൽ കുറച്ച് കൂടുണ്ടോ എന്നൊരു ഡൗട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇന്ന് എനിക്ക് തിന്നാൻ ഭയങ്കര കൊതി ഉണ്ടായിരുന്നു. ചോറും ചമ്മന്തിയും അങ്ങനത്തെ രീതിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു നാട്ടുമ്പുറ വൈബായിരുന്നു ഇന്ന് എനിക്ക് ഉണ്ടായിരുന്നത്. ബട്ട് ശരിക്കും മാങ്ങാ ചമ്മന്തിയും
മാങ്ങ എന്താണ് പച്ചമുളകൊക്കെ അരച്ചൊരു ചമ്മന്തി ഉണ്ട് കേട്ടോ. അതാണ് എനിക്ക് തിന്നാൻ ഭയങ്കരമായിട്ട് കൊതിയാവുന്നത് ഈയിടെയായിട്ട്. ബട്ട് എന്താ പറയുക, മാങ്ങ ഈ ഒരു കാലത്ത് ഇപ്പോൾ എവിടെയും അങ്ങനെ കിട്ടത്തില്ല എന്നുള്ള ആ ഒരു സംഭവം അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട്. പിന്നെ ഞാൻ പോരുന്ന ഓരോരോ വഴിക്കുണ്ടാവും ഒരുപാട് മാങ്ങമരങ്ങളുണ്ട്. ആ മാങ്ങമരത്തുമ്പോൾ നിലത്ത് വീണിട്ട് ഒരുപാട് മാങ്ങ എന്താക്കും ഇങ്ങനെ വീഴുന്നത് കാണാനല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ ആ മാങ്ങ എന്താക്കണം പറിച്ച് ഓരോട് ചോദിച്ചിട്ട് എടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ചോദിച്ചിട്ടില്ലെങ്കിലൊക്കെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ആ മറ്റേ ഉള്ളിലുള്ള ഒരു ഇതുണ്ടല്ലോ, അത് ഇന്ന് സമ്മതിക്കുന്നില്ല. സാരമില്ല, പോട്ടെ. ഇനിയിപ്പോൾ അടുത്തുള്ള വീട്ടിൽ നിന്ന് ഞാൻ മാങ്ങ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ അതായത് ഞാൻ ഈ ക്യാമറ ഒക്കെ തോത്തി കളിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ക്യാമറ ഒക്കെ ക്ലാരിറ്റി അല്ലേലേ കുറവാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡസ്റ്റോ റെസിഡ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ച് ഓവറായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ബത്തക്കയും ഇതൊക്കെ അവിടെ ഇന്ന ആരെങ്കിലും തിന്നീന്ന് പറഞ്ഞാണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വിടും. ഞാൻ ഈ മറ്റേ ഫുഡ് ഈ ഒരു ചോറ് ഭയങ്കര തട്ടലാണ്. എൻ്റെ ജ്യൂസ് മനസ്സിലാക്കി അടുത്ത ക്ലാസ് ഈ ഒരു കക്കയാണോ കല്ലുമ്മയാണോ എന്തായാലും അതിൻ്റെ റോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് ഞാൻ ശരിക്കും എൻ്റെ ഉമ്മാനോടല്ല ഇനി എനിക്കുള്ള എക്സാം എന്ന് പറയുന്നത് സോഷ്യലിൻ്റെ എക്സാമാണ് കേട്ടോ. സാധാരണ ഫസ്റ്റ് എക്സാം തന്നെയായിരിക്കും സോഷ്യലിൻ്റെ എക്സാം. ഈ സോഷ്യലിൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിയും ജിയോഗ്രാഫിയും വരുമല്ലോ. അപ്പോൾ അത് പഠിക്കാൻ എന്നെ സംബന്ധിച്ചോളം എനിക്കത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഈ ഒരു സബ്ജക്റ്റ് മാത്രം എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പേ ഞാൻ ഉന്തി തള്ളി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ഭയങ്കര മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു. ആൻഡ് അപ്പോൾ എനിക്ക് ഇനി എങ്ങനെയായിരിക്കും അറിയില്ല. ഞാൻ വിചാരിച്ച പോലെ പ്രൊഡക്റ്റിവിറ്റി ആവാമെന്ന് വിചാരിച്ച പോലെ പഠിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ പഠിച്ചിനോ ഇവിടുന്ന് പീസസ് ആയിട്ട് കുറച്ച് അറിയാം. ഇനിയിപ്പോൾ സെക്കൻഡ് ടൈമിന് പഠിച്ച ആ ഒരു ഓർമ്മ ഉണ്ടാവുമായിരിക്കും എന്നുള്ള ചിന്തയിൽ പോവാണ്. ഓക്കെ, അപ്പോൾ ഇനി ഓരോരോ ക്ലാസ്സസ് കണ്ടിട്ട് നമ്മളുടെ ബുദ്ധി ഷാർപ്പാക്കി എടുക്കണം. ആൻഡ് അപ്പോൾ അത് ഞാൻ കുറച്ച് ടെൻസ്ഡാണ്. ഇനി എന്താകുമോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. ആൻഡ് അതല്ലല്ലോ നമ്മളെ ജീവിതത്തിൻ്റെ അവസാനം എന്നൊക്കെ കുറേ ആൾക്കാർ പറയും. നിങ്ങൾ അതിലൊന്നും വീഴാൻ നിൽക്കരുത്. കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ ആ ഒരു പേപ്പർ നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യൂലെങ്കിലും ആ ഒരു പേപ്പറാണ് ഹൗ പീപ്പിൾ ജഡ്ജ് യു, ആ ഒരു കാര്യം ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് തന്നെയാണ് എൻ്റെ ഗ്രേഡ്സൊക്കെ. അങ്ങനെ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോയി. ഇപ്പോൾ ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട്. പിന്നെന്താ പറയുകയെന്ന് വെച്ചാൽ ഒരു ഉസ്താദിൻ്റെ വയറുണ്ടായിരുന്നില്ല. ആകെ എത്ര സെൻറ്റിമീറ്റർ ഇഞ്ചറ്റ് ഈ അന്നനാളമുണ്ട്. അതിൽ എത്രമാത്രം കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രയും കുത്തിക്കയറ്റുക എന്ന് പറയില്ല. അതാണ് കേട്ടോ ഇന്ന് ഇവിടെ നടന്നിട്ടുണ്ടായ വിഷയം എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിലോ കറണ്ട് വരുന്നു പോകുന്നു അങ്ങനെ വല്ലാണ്ട് കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണെങ്കിലും എൻ്റെ അനിയത്തിയാൾ ഈ കറണ്ട് പോകുന്നു വരുന്നു. അപ്പോൾ കറണ്ട് പോകുന്ന സമയം ഒരാളെ പ്ലേറ്റിൽ നിന്ന് കല്ലുമ്മക്കായ എങ്ങനെയെങ്കിലും എസ്കേപ്പായി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ പ്ലേറ്റിൽ നിന്ന് കുറേ പോയിട്ട് അപ്പം ഞാൻ തിരിച്ച് ഓരോതും എടുക്കാൻ നോക്കി. പക്ഷേ നമുക്ക് കള്ളമില്ല എന്നാണല്ലോ. അപ്പം അതൊക്കെ എൻ്റെ ഉപ്പച്ചിമ്മച്ചിയൊക്കെ പിടിച്ച് അപ്പം അങ്ങനെ വാക്കിയിട്ട് അതൊക്കെ അങ്ങനെ കഥയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഈ ഒരു ക്ലിപ്പ് മാത്രം എങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ലാസ്റ്റ് ഒരു കഥയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.